എങ്ങോട്ടാണ് കളി? കോയമ്പത്തൂർ. ആരെ വെയിറ്റ് ചെയ്യുന്നു? ഇടുക്കിയുടെ മിടുക്കീന്. സമയം എത്രയായി? 3:34 പോയി. രാവിലെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മിടുക്കി നമ്മുടെ മുന്നിലെത്തുന്നത്. പിന്നെ ബസ്സിൽ അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് തപ്പുമായിരുന്നു. അങ്ങനെ 2 പാക്കറ്റ് ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കിട്ടി കേട്ടോ. കിട്ടിയവനോട് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഡ്രൈവറും നമ്മുടെ ബസ്സിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സപ്പോർട്ടായിരുന്നു കേട്ടോ. സുഖമായി കിടന്നുറങ്ങിയ കെട്ടിയവനെയൊക്കെ വിളിച്ചെണീപ്പിച്ച് ഞാൻ റീലൊക്കെ എടുത്തട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കുതിരാനെത്താറായിരുന്നേ. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനിടയ്ക്ക് ജോബിച്ചേട്ടനും സോബിച്ചേട്ടനും ഒക്കെ അവർ കപ്പിൾ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ആ കുശുമിന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തട്ടോ. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം മോജോ കിഡിൻ്റെ കയ്യിൽ നിന്നുള്ള ഈ റീലിന് വേണ്ടിയിട്ടായിരുന്നു. മോജോയെ ഇറക്കി വിട്ട് ഞങ്ങൾ ആ റീലും എടുത്ത് ബസ്സിൽ അടിച്ച് പൊളിച്ച് ഞങ്ങൾ അങ്ങനെ പോയി കേട്ടോ. ബസ്സിൽ പിന്നെ നല്ല പുഷ് ബാക്ക് സീറ്റും അതേപോലെ തന്നെ നല്ല എ സി ഒക്കെ ഉള്ളത് കാരണം ശ്രീജിത്തേട്ടൻ കയറിപ്പം മുതൽ ഈ ഉറക്കം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അയൽവക്കത്തെ ടേബിളിലിരുന്ന് നമ്മുടെ ഫ്രണ്ട്സ് അവരെന്ത് റീൽ എടുക്കണം ഇതിനെക്കുറിച്ചൊരു കണ്ടന്റ് ആക്കിയാലോ എന്ന് വരെ തീരുമാനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് കാർ മ്യൂസിയത്തിലേക്കായിരുന്നു കേട്ടോ. എല്ലാവരും കാർ മ്യൂസിയം ഒക്കെ കാണാനായിട്ട് പതിയെ പോയപ്പോൾ ഞാനും ചേട്ടയും വേഗം എല്ലാം കണ്ട് തീർത്ത് പുറത്തിറങ്ങി. അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങി നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്കാണ് കേട്ടോ എത്തിയത്. ഇനി ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടി വീണ്ടും ബസ്സിൽ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാനാണ്. അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയാണ് കേട്ടോ. ലൈറ്റ് ഷോയും കഴിഞ്ഞ് വീണ്ടും ബസ്സിലേക്ക് തിരിച്ചെത്തി. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഇടയ്ക്ക് നിർത്തി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ ആ ക്ഷീണത്തിലാവാം കുറച്ചു നേരം ഞാനും ഉറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ വളരെ സങ്കടമായിരുന്നു. ഈ ട്രിപ്പ് ഒരു ദിവസവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നോർത്ത്. ബസ്സിലെ യാത്ര അടിപൊളിയായിരുന്നു, ബസ്സും അടിപൊളിയായിരുന്നു, കൂടെ ഉണ്ടായിരുന്നവരും അടിപൊളിയായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്രകളിൽ ഒന്നായിരുന്നു മിടുക്കിയോടും ഈ വ്ളോഗേഴ്സിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഈ യാത്രയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും പോകുന്നു വീട്ടിലേക്ക്.